ഹലോ ഗൈസ്, വി ആർ ഓൺ ദ വേ ടു വർക്കല. അപ്പൊ നമ്മളിവിടെ വാരാപ്പുഴ കഴിഞ്ഞ ഇതേതാ വഴി? വാരാപ്പുഴ കഴിഞ്ഞ് എടപ്പള്ളി ആവാറായി. വാരാപ്പുഴ കഴിഞ്ഞ് എടപ്പള്ളി ആവാറായി. ഓ മൈ ഗോഡ്. നമ്മളവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. വലിയ മലയാള പരിജ്ഞാനിയാണ്. നമുക്കിനി വർക്കലയിൽ എത്തിയിട്ട് കാണാം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് ഒക്കെ വയ്ക്കുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ മെയിൻ. നമുക്ക് വിശപ്പിന്റെ ആസ്ക് ചെയ്തുകൊണ്ട് എനിക്ക്. അപ്പം അത് കഴിച്ച് നമുക്ക് നമ്മുടെ ട്രിപ്പ് എൻജോയ് ചെയ്യാം. നല്ല വെയിലുണ്ട്. അപ്പൊ വർക്കലയിൽ എത്തിക്കഴിയുമ്പോഴേക്കും വെയിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ രാത്രി വർക്കല ഒരു നൈറ്റ് സ്പോട്ടാണല്ലോ. ഒന്ന് ഡൈവ് ചെയ്തതാ, ഡ്രിഫ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ വർക്കല എത്തിയിട്ട് കാണാം. നമ്മൾ മെയിൻ ആയിട്ട് നൈറ്റ് ആയിരിക്കും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ബൈ ബൈ. നമ്മള് അപ്പൊ പെട്രോൾ പമ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് പവർ പെട്രോൾ തന്നെ വേണമെന്നാണ്. അതിന്റെ എന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റിലോ. ഞാൻ പറയുന്നത് കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ്. അതുള്ളതാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ പെട്രോൾ അടിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട്. പവർ പെട്രോൾ തപ്പി തപ്പി ഇപ്പൊ 30 കിലോമീറ്റർ കഴിഞ്ഞു. വണ്ടിയാണ് റിസർവിലും ആണ് ഓടുന്നത്. വണ്ടി എവിടെയെങ്കിലും നിന്ന് പോവാൻ നമുക്ക് നോക്കാം. ഇതേതാ സ്ഥലം? ആലപ്പുഴ പോകുന്ന. അവരെവിടെ എത്തിന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ 2 കപ്പിൾസും കൂടെ ഉണ്ട്. അപ്പൊ 4 പേരുണ്ട്. നമ്മളും കൂടെ കൂട്ടി 6 പേര്. അപ്പൊ നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഇത് നീക്കൂലിക്കടെ. അതിനകത്ത് ഗൂഗിൾ മാപ്പിൽ അടുത്തുള്ള പെട്രോൾ പമ്പ് കൂടെ എന്റെ ഫേസ്ബുക്ക് വരണ്ടാണല്ലോ. എന്റെ വന്നില്ല. സ്റ്റക്കാവും കേട്ടോ. സ്റ്റക്കായതല്ല, അതെന്താ വേറെ പേജിലുള്ള മാപ്പിലെന്താ പെട്രോൾ നമ്മളെങ്ങനെയാ പോകുന്നത്? ഇവിടെ ഒരെണ്ണുണ്ട്, ഭാരത് ഇലക്ട്രോൺ. പക്ഷെ നമ്മളിവിടുന്ന് ഇങ്ങോട്ടാണ് പോണേ. എന്തോ അപ്പൊ പറ്റി എന്തിനാ അതിങ്ങനെ കാണിച്ചത്? അത് കഴിഞ്ഞു. ഇന്ത്യൻ ഓയിലുണ്ട്. എത്ര ദൂരം? 9 മിനിറ്റ്. 2.5. നമ്മള് ഇങ്ങനെയായിട്ട് പോണേ. ഇതാണ്. ആണോ? അയ്യോ, ഈ സൈഡില്ല. ഈ ഐഫോൺ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ല ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യൂ. ഐഫോൺ യൂസ് ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ട് അല്ലേ? ഈ ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒരു ഐഫോണിലേക്ക് മാറുന്നത്. അമ്മേ, ഇടിച്ചതാണോ? നമ്മളവിടെ എന്റെ ഫോണിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. ബസ്സൊക്കെ നിർത്തിയിട്ടേക്കുന്ന ഹർത്താലാണ്. പവർ ഇനി വേണ്ട. ഇത്ര ദൂരം ഓടണേ. പവറുണ്ട്. ഇതേതാ സ്ഥലം? പവറാ വേണ്ടേ? പവർ സാധനമൊക്കെ പറ്റത്തുള്ളൂ. തലയുടെ വാദിയെ കാണും. അതല്ല പശ. ഈ സ്റ്റാൻഡ് കൊള്ളത്തില്ല. ഒരു സ്റ്റാൻഡ് കിട്ടും. ഇങ്ങനെ നമ്മൾ അനങ്ങുന്നതിലൂടെ ആ സ്റ്റാൻഡും അനങ്ങും. AI-ന്റെ അറിയോ? നമുക്ക് മിനി കൂപ്പർ ഉണ്ടല്ലോ. ഇവിടെ പവറിന്റെ പെട്രോൾ നമുക്ക് കിട്ടി. ഫൈനലി നമ്മൾ തപ്പി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു ലോട്ടറി ചേട്ടനെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മള് ലോട്ടറി എടുക്കാറൊന്നും ഇല്ല, പക്ഷെ നമ്മൾ എടുത്തു. 50 രൂപയുടെ ടിക്കറ്റ്, ടിക്കറ്റ്. അപ്പൊ ഇന്നാണ് അതിന്റെ നറുക്കെടുപ്പ്. നമുക്ക് നോക്കാം, നമുക്ക് ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം.
ഇതിപ്പോ എവിടെ എത്തി? ആലുവയോ? ആലപ്പുഴ ആലപ്പുഴ ആവുന്നേ ഉള്ളൂ അല്ലേ? പകുതി ദൂരം നല്ല ട്രാഫിക് ഒക്കെ ആയിരുന്നു, അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പിന്നെയും വന്ന് ഇതായി വന്നു, നല്ല വെയിലുണ്ട്. ഇപ്പം എനിക്ക് വിശന്ന് തുടങ്ങി. എനിക്കൊരു ബേക്കറി എന്തെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അവിടെ കയറായിരുന്നു, പക്ഷെ റോട്ടിലൊന്നും കാണുന്നില്ല. ഒരാൾ അവിടെ പാട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, അവൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആയിട്ട്. അപ്പം ഈസ് എൻജോയിങ് ഇറ്റ്. കണ്ണിൽ കാണും നിഴലാ എന്നും നെഞ്ചാരെ നീ, ഓ അറിയാ കനവിൽ മറയാതെ എന്നാളും നീ മാത്രമാ. കൊഞ്ചം നെഞ്ചിട്ടുയരായി എന്നഴകിൽ നിന്ന് കൊട്ടാൻ നോവൽ കിളിയേ നീ, അഴകിനഴകേ. ഈ യാത്രയൊക്കെ പോകാൻ പറ്റുമ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള പണ്ടത്തെ കാലത്തെ സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. ഈ ഒരു കൈൻഡ് ഓഫ് മെലഡി ഒക്കെ വരുന്നത്. തന്നെ പരിപാടി ഉത്സവമാണോ? ഓക്കെ, നമ്മളിപ്പം ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ വർക്കല ബീച്ചിന്റെ അവിടെ എത്തും. ഇതിപ്പോ സ്ഥലം ഏതാ? കരുനാഗപ്പള്ളി ക്രോസ് ചെയ്തു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊരു 15 മിനിറ്റും കൂടെ ഉള്ളൂ. പക്ഷെ വഴി ജനലോർന്നപ്പം അല്ല വാതിലോർന്നപ്പം ഏതാ മിസ്റ്റർ ഗോ ഗോ കമ്മഗേനെ തൊട്ട് അത് നടന്നാ പോണേ, അത് പറക്കാൻ അറിയത്തില്ല ഇതിന്. അതിന് ആ തുള കയറി വിളിച്ചോളൂ. അപ്പം ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. 15 മിനിറ്റ് പോകാൻ വേണ്ടി ഇവിടെ കുറേ നേരമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമുക്കത് സൺസെറ്റ് മിസ്സായി. ഇനി എന്നാ വർക്കല ബീച്ചിൽ നമുക്ക് ചെന്ന് കാണാം അല്ലേ? എനിഷ് തളർന്നോ? എനിച്ച് തളർന്നില്ല. ഹ്യൂജ് ബ്ലോക്ക് ഹിയർ. ഇന്ത്യ പ്രാണി പോയോ? അവനവിടെ ഇരിക്കട്ടെ, അവൻ വർക്കല വരെ പോകാൻ വന്നായിരിക്കും. ഇത് വല്ല കുളവിയാണ് എന്നെ കുത്തിക്കഴിഞ്ഞാലോ? ഞാനൊരു ക്രൂരകൃത്യം ചെയ്തു. ഞാനൊരു പാറ്റേനെ കൊന്നു. ഐ കിൽഡ് ഹിം. അപ്പൊ നല്ല ബ്ലോക്കാട്ടോ. വർക്കല വരുന്നവരൊക്കെ സൂക്ഷിച്ചോളൂ. വർക്കല എത്തുന്നതിന് മുന്നേ വരെ നല്ല ബ്ലോക്കാണ്. എന്ത് എന്ത്? അയ്യോ സോറി, ബ്ലോക്ക് അല്ലായിരുന്നോ? ട്രെയിൻ വരുന്നതിന്റെ ഇതായിരുന്നു. യെസ്, വർക്കലയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബ്ലോക്കിൽ പെട്ടിരിക്കാം. അപ്പം നമ്മളിവിടെ മറ്റേ വരാൻ പറഞ്ഞിരുന്ന 4 പേര്, 2 കപ്പിൾസ്, അവർ ഏതൊക്കെയോ വഴി കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളെക്കാളും ലേറ്റായിട്ട് അവിടെ എത്തുള്ളൂ. നമ്മളപ്പോൾ അവിടെ ചെന്ന് ചില്ല് ചെയ്തിരിക്കും. ഓക്കെ ഗൈസ്, ബൈ ബൈ. നെക്സ്റ്റ് വർക്കലയിലാണോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേ? നല്ലതാണ്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ക്ലിഫ് നെസ്റ്റ് വർക്കല. അതൊരു എയർബിഎൻബി പോലെയാന്ന് തോന്നുന്നു. ഒരു വീട്, 3 ബെഡ്റൂമുള്ള ഒരു വീട്. അവിടെ കിച്ചണൊക്കെ ഉണ്ട്, ഒരു ബാൽക്കണി പോലെയൊക്കെ. നേരെ ബീച്ച് വ്യൂ തന്നെയാണ് അതിനുള്ള. ഫൈനലി നമ്മൾ ബുക്ക് ചെയ്ത അവിടെ എത്തി. ഇതാണ് ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് പോകാം. നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നമ്പർ ലോക്കാണ് ഇവർ ഇട്ടേക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ മുറി.